അത് ആദ്യത്തെ 3 റൗണ്ടിൽ ഒരു കോളേജിലും ഒരു കോഴ്സിന് അഡ്മിഷൻ ലഭിക്കാത്തവരെ മാത്രമേ എന്ത് ചെയ്തിട്ടുള്ളൂ ഈ ഒരു സ്ട്രേ വേക്കൻസി, അതായത് 4ാം റൗണ്ട് അലോട്ട്മെൻറ്റുകൾ എന്ത് ചെയ്തിട്ടുള്ളൂ പരിഗണിക്കത്തുള്ളൂ. അപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് നമുക്കിപ്പോൾ ഒരു കോളേജ് കിട്ടി, പക്ഷെ നമ്മളവിടെ പോയി ജോയിൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നീടുള്ള കേരളത്തിൽ ഒരു റൗണ്ടുകളിൽ നമ്മൾ എന്ത് ചെയ്യില്ല, പരിഗണിക്കത്തില്ല. ഓൾ ഇന്ത്യ കോട്ടയിൽ സെക്കൻഡ് റൗണ്ടിൽ അഡ്മിഷൻ എടുത്ത എല്ലാ കുട്ടികളുടെ ഡീറ്റെയിൽസും നമ്മുടെ NMC എന്ത് ചെയ്യും, നമ്മുടെ കേരള മെഡിക്കൽ കമ്മീഷണർക്ക് അയച്ചു കൊടുക്കും. അപ്പോൾ അവരെന്ത് ചെയ്യത്തില്ല, കേരളത്തിൻ്റെ അടുത്ത അലോട്ട്മെൻറ്റ് പ്രോസസ്സുകളിൽ എന്ത് ചെയ്യത്തില്ല, പരിഗണിക്കത്തില്ല. ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ നമുക്ക് ഫ്രീ എക്സിറ്റ് അടിക്കാൻ പറ്റും, പക്ഷേ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ കിട്ടിയിട്ട് നിങ്ങൾ ജോയിൻ ചെയ്യാൻ പോയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ രജിസ്ട്രേഷൻ ഫീസ് നഷ്ടപ്പെടും. പിന്നെ നിങ്ങൾക്ക് തേർഡ് അലോട്ട്മെൻറ്റിൽ വീണ്ടും നിങ്ങൾ എന്ത് ചെയ്യും, രജിസ്ട്രേഷൻ ഫീ ഒന്നും കൂടി അടച്ചിട്ട് വേണം നിങ്ങൾ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ശരണ്യ, ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ MBBS സ്റ്റുഡൻ്റ് ആണ്. ഇന്നത്തെ വീഡിയോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ നിങ്ങളെല്ലാവരും റിസൾട്ടൊക്കെ വന്നിട്ട് അലോട്ട്മെൻറ്റ് പ്രോസസ്സിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണെന്ന് അറിയാം. പലർക്കും ഉള്ള ഡൗട്ടാണ്, എപ്പോഴാണ് ഈ അലോട്ട്മെൻറ്റിൻ്റെ പ്രോസസ്സുകൾ എങ്ങനെയൊക്കെയാണ്, എത്ര റൗണ്ട്സ് ഉണ്ട്, നമുക്ക് എല്ലാവർക്കും അലോട്ട്മെൻറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുമെന്നൊക്കെ. പലർക്കും അറിവില്ലായ്മ കൊണ്ടിട്ട് പല അബദ്ധങ്ങളും സംഭവിക്കാറുണ്ട്. ഇത് നമ്മുടെ ഫ്യൂച്ചറാണ്, അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് വേണം ഓരോ കാര്യങ്ങളും ചെയ്യാൻ. അലോട്ട്മെൻറ്റുമായിട്ട് റിലേറ്റ് ചെയ്ത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. പിന്നെ നിങ്ങളുടെ സപ്പോർട്ട് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. പുതിയ വീഡിയോസ് ചെയ്യാനുള്ള എൻ്റെ എനർജി എന്ന് പറയുന്നത് നിങ്ങളുടെ സപ്പോർട്ട് തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനലിൽ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നമ്മൾ നീറ്റിന് വേണ്ടിയിട്ടൊക്കെ അപ്ലൈ ചെയ്തു, എക്സാം എഴുതി, എക്സാമിൻ്റെ റിസൾട്ട് വന്നു. നിങ്ങൾക്കിപ്പോൾ എല്ലാവർക്കും ഓൾ ഇന്ത്യ റാങ്കും കാറ്റഗറി റാങ്കൊക്കെ അറിയാം. ഇനി നമ്മുടെ അലോട്ട്മെൻറ്റും കാര്യങ്ങളും നടക്കും. അതിനനുസരിച്ച് നിങ്ങളുടെ റാങ്കിനനുസരിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഓരോ കോഴ്സിനും ഓരോ കോളേജ് അലോട്ട് ആവും. അതിനനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യും, അഡ്മിഷൻ എടുക്കും. ഈ ഒരു അലോട്ട്മെൻറ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത് വരുന്ന ഒരു ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ മാസം വരെ നീളുന്ന ഒരു വലിയൊരു പ്രോസസ്സാണ്. പക്ഷേ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യേണ്ട സമയത്ത് ചെയ്തു പോയാൽ നിങ്ങളുടെ ഓൾ ഇന്ത്യ റാങ്കിനനുസരിച്ചിട്ടുള്ള ഒരു നല്ലൊരു കോഴ്സിന് നല്ലൊരു കോളേജിൽ തന്നെ അഡ്മിഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ എപ്പോഴാണ് ഈ ഒരു അലോട്ട്മെൻറ്റ് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്? നമ്മുടെ നീറ്റിൻ്റെ റിസൾട്ട് വന്നു, ഓൾ ഇന്ത്യ റാങ്ക് എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞു. ഇനി സ്റ്റേറ്റ് തലത്തിൽ സ്റ്റേറ്റ് മെഡിക്കൽ റാങ്ക് ലിസ്റ്റ് വരാനുണ്ട്. അപ്പോൾ ഇപ്പോൾ കേരളത്തിലാണെങ്കിൽ കേരളയുടെ വെബ്സൈറ്റ് ഓപ്പൺ ആകുമ്പോൾ നമ്മുടെ നീറ്റിൻ്റെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ഒരാഴ്ച കഴിഞ്ഞിട്ടായിരിക്കും കേരള മെഡിക്കൽ റാങ്ക് ലിസ്റ്റ് വരുന്നത്. അപ്പോൾ എല്ലാ സ്റ്റേറ്റിലെയും മെഡിക്കൽ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തതിന് ശേഷമായിരിക്കും എന്ത് ചെയ്യുന്നത്, ഈ ഒരു അലോട്ട്മെൻറ്റ് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പ്രധാനമായിട്ട് 2 വെബ്സൈറ്റ് വഴിയായിരിക്കും നമ്മുടെ അലോട്ട്മെൻറ്റ് പ്രോസസ്സുകൾ നടക്കുന്നത്. ഒന്ന് MCC.nic.in എന്ന് പറയുന്ന വെബ്സൈറ്റ്, അതുവഴിയായിരിക്കും നമ്മുടെ ഓൾ ഇന്ത്യ കോട്ട അലോട്ട്മെൻറ്റുകൾ നടക്കുന്നത്. രണ്ടാമത്തെന്ന് പറയുന്നത് CE.kerala.government.in എന്ന് പറയുന്ന വെബ്സൈറ്റ്, അതുവഴിയായിരിക്കും നമ്മുടെ കേരളത്തിലെ സ്റ്റേറ്റ് അലോട്ട്മെൻറ്റുകൾ നടക്കുന്നത്. പലരും എന്നോട് ചോദിച്ചിട്ടുള്ള ഒരു ഡൗട്ടാണ്, ചേച്ചി എനിക്ക് ഇത്ര മാർക്കേ ഉള്ളൂ, അല്ലെങ്കിൽ എനിക്ക് മാർക്ക് കുറവാണ്, അതുകൊണ്ടിട്ട് എനിക്ക് ഓൾ ഇന്ത്യ കോട്ട അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാൻ പറ്റുമെന്നുള്ളത്. നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, നീറ്റ് എക്സാമിന് ക്വാളിഫൈഡ് ആയ എല്ലാവരും സ്റ്റേറ്റ് തലത്തിൽ അല്ലെങ്കിൽ ഓൾ ഇന്ത്യ തലത്തിൽ അലോട്ട്മെൻറ്റ് പ്രോസസ്സുകളിൽ പങ്കെടുക്കാൻ ഒരുപോലെ അർഹരാണ്. പിന്നെ നമ്മൾ ആദ്യമേ അപ്ലൈ ചെയ്തെന്ന രീതിയിൽ നമ്മൾ ആദ്യമേ പരിഗണിക്കത്തൊന്നുമില്ല. എല്ലാവരും അവർ പറയുന്ന ഡേറ്റിനുള്ളിൽ എന്ത് ചെയ്യും, അപ്ലൈ ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഓൾ ഇന്ത്യ റാങ്കിനനുസരിച്ചിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, അലോട്ട്മെൻറ്റ് റിസൾട്ട് വരുന്നത്. നമ്മുടെ മുന്നിലുള്ള കുട്ടിക്ക് അവൻ്റെ പ്രയോറിറ്റിക്ക് അനുസരിച്ചിട്ടുള്ള ഒരു കോളേജ് അലോട്ട് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മളുടെ ആ ഒരു ആപ്ലിക്കേഷൻ അവർ പരിഗണിക്കത്തുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 2 അലോട്ട്മെൻറ്റുകളാണുള്ളത്. ഒന്ന് ഓൾ ഇന്ത്യ കോട്ട അലോട്ട്മെൻറ്റ്, ഒന്ന് സ്റ്റേറ്റ് അലോട്ട്മെൻറ്റ്. ഇത് രണ്ടും 4 ഘട്ടങ്ങൾ അല്ലെങ്കിൽ 4 റൗണ്ടുകളിലായിട്ടായിരിക്കും നടക്കുന്നത്. ആദ്യത്തെ ഘട്ടത്തിൽ നമ്മുടെ ഓൾ ഇന്ത്യ കോട്ടയിലെ ഫസ്റ്റ് റൗണ്ട് നടക്കും. അതിനുശേഷം സ്റ്റേറ്റ് കോട്ടയിലെ ഫസ്റ്റ് റൗണ്ട് നടക്കും. അത് കഴിഞ്ഞ് രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് വരുമ്പോൾ ആദ്യം ഓൾ ഇന്ത്യ കോട്ടയിൽ സെക്കൻഡ് റൗണ്ട് നടക്കും. അതിനുശേഷം സ്റ്റേറ്റ് തലത്തിൽ സെക്കൻഡ് റൗണ്ട് നടക്കും. അത് കഴിഞ്ഞ് നമ്മൾ 3ാമത്തെ ഘട്ടത്തിലേക്ക് വരും. 3ാമത്തെ ഘട്ടത്തിൽ ഓൾ ഇന്ത്യ അലോട്ട്മെൻറ്റുകളും സ്റ്റേറ്റ് അലോട്ട്മെൻറ്റുകളും ഒരുമിച്ചായിരിക്കും നടക്കുന്നത്. കഴിഞ്ഞ 2 ഘട്ടത്തിൽ, 1ാമത്തെ 2ാമത്തെ ഘട്ടത്തിൽ ആൾട്ടർനേറ്റ് ആയിട്ട് ആദ്യം ഓൾ ഇന്ത്യ അലോട്ട്മെൻറ്റ്, അത് കഴിഞ്ഞിട്ടായിരുന്നു സ്റ്റേറ്റ് അലോട്ട്മെൻറ്റ് വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ 3ാമത്തെ ഘട്ടത്തിൽ ഓൾ ഇന്ത്യ അലോട്ട്മെൻറ്റും സ്റ്റേറ്റ് അലോട്ട്മെൻറ്റും ഒരുമിച്ചായിരിക്കും നടക്കുന്നത്. അത് കഴിഞ്ഞിട്ട് 4ാമത്തെ ഘട്ടത്തിലാണ് സ്ട്രേ വേക്കൻസി വരുന്നത്. ഓൾ ഇന്ത്യ കോട്ട വഴി പ്രധാനമായിട്ട് MBBS, BDS, BSc നഴ്സിംഗ് പോലുള്ള കോഴ്സുകൾക്കാണ് അഡ്മിഷൻ ലഭിക്കുന്നത്. അതിൽ 20ഓളം എയിംസ് കോളേജുകൾ ഉൾപ്പെട്ടിട്ടുണ്ട്. പിന്നെ ജിപ്പറിന് 2 കോളേജുകൾ വരുന്നുണ്ട്. പിന്നെ എല്ലാ സ്റ്റേറ്റിലെയും 15% സീറ്റുകൾ ഫില്ല് ചെയ്യുന്നത് ഈ ഒരു ഓൾ ഇന്ത്യ കോട്ട വഴിയാണ്. പിന്നെ AFMC മെഡിക്കൽ കോളേജുകൾ ഉൾപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഡീംഡ് മെഡിക്കൽ കോളേജസ് എന്നിവിടങ്ങളിലേക്കുള്ള അഡ്മിഷൻ എല്ലാം നടക്കുന്നത് ഓൾ ഇന്ത്യ കോട്ട വഴിയാണ്. ക്വാളിഫൈ ആയിട്ടുള്ള എല്ലാവർക്കും എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ എന്ത് ചെയ്യാൻ പറ്റും, പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് റൗണ്ട് ഓൾ ഇന്ത്യ കോട്ട അലോട്ട്മെൻറ്റുകൾ വരുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഓൺലൈനായിട്ട് ഈ ഒരു വെബ്സൈറ്റ് വഴി നമ്മൾ എന്ത് ചെയ്യും, അപ്ലൈ ചെയ്യണം. അപ്ലൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യും, രജിസ്ട്രേഷൻ ഫീ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ജനറൽ കാറ്റഗറി സംബന്ധിച്ച് 11,000 ആ ഒരു റേഞ്ചിലായിരിക്കും രജിസ്ട്രേഷൻ ഫീ വരുന്നത്. SC ST OBC കാറ്റഗറിക്ക് ആണെങ്കിൽ 5,500 രൂപയാണ് രജിസ്ട്രേഷൻ ഫീ വരുന്നത്. അപ്പോൾ ഈ ഒരു രജിസ്ട്രേഷൻ ഫീ ആ സമയത്ത് കൊടുത്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഡീംഡ് മെഡിക്കൽ കോളേജസിലേക്കാണ് നിങ്ങൾ അഡ്മിഷൻ നോക്കുന്നതെങ്കിൽ 2 ലക്ഷത്തോളം രൂപ നിങ്ങൾ എന്ത് ചെയ്യും, രജിസ്ട്രേഷൻ ഫീ ആയിട്ട് കൊടുക്കേണ്ടതുണ്ട്. ഇത് ചെയ്യുമ്പോൾ നിങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ നിങ്ങളുടെ സ്വന്തം അക്കൗണ്ടിൽ തന്നെ എന്ത് ചെയ്യുക, പൈസ ട്രാൻസ്ഫർ ചെയ്യുക. കാരണം നമുക്ക് പിന്നീട് ഓട്ടോമാറ്റിക്കലി ഇത് എന്ത് ചെയ്യും, നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ അക്ഷയ സെൻറ്ററിലുള്ള ആരെങ്കിലും അക്കൗണ്ട് വഴിയാണ് ചെയ്തെങ്കിൽ നമുക്ക് നോട്ടിഫിക്കേഷൻ
ഒന്നും വരത്തില്ല ഈ പൈസ വരുന്ന ടൈമിൽ. അപ്പോൾ അവരുടെ അക്കൗണ്ടിലേക്കായിരിക്കും വരുന്നത്. ഇതിപ്പോൾ ആരുടെ പൈസ എന്ന് പോലും അവർക്ക് എന്ത് ചെയ്യാൻ മനസ്സിലാക്കാൻ പറ്റത്തില്ല. അപ്പോൾ നിങ്ങളുടെ സ്വന്തം അക്കൗണ്ടിൽ നിന്ന് തന്നെ എന്ത് ചെയ്യുക, പൈസ ട്രാൻസ്ഫർ ചെയ്യുക. ഓൺലൈൻ പേയ്മെൻറ്റ്, അതായത് നെറ്റ് ബാങ്കിങ് മാത്രമേ ഉള്ളൂ, അല്ലാതെ നമുക്ക് ഗൂഗിൾ പേ വഴിയോ QR കോഡ് വഴിയോ ഒന്നും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഈ ഒരു പൈസ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റത്തില്ല. ഈ വർഷത്തെ അലോട്ട്മെൻറ്റ് ഷെഡ്യൂൾ ഒന്നും തന്നെ വന്നിട്ടില്ല, ഇനിയേ വരത്തുള്ളൂ. ഇത് 2024 അലോട്ട്മെൻറ്റ് ഷെഡ്യൂളാണ്, നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഫസ്റ്റ് റൗണ്ട് കൗൺസിലിങ്ങിൻ്റെ ഓൾ ഇന്ത്യ തലത്തിലുള്ള ഡേറ്റ് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് എത്ര ഡേറ്റിനുള്ളിൽ നമ്മൾ ജോയിൻ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് സ്റ്റേറ്റിൽ അലോട്ട്മെൻറ്റിൻ്റെ ഡേറ്റ് കൊടുത്തിട്ടുണ്ട്, ജോയിൻ ചെയ്യേണ്ട ഡേറ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഓരോ റൗണ്ട് അലോട്ട്മെൻറ്റുകളും അതിൻ്റെ ഡേറ്റ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ അവസാനം എന്നാണ് ക്ലാസ് തുടങ്ങുന്നത് എന്നുള്ളതും കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ ഈ വർഷത്തെ ഷെഡ്യൂൾ നമ്മുടെ കേരള മെഡിക്കൽ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്ത ഉടനെ തന്നെ എന്ത് ചെയ്യും, വെബ്സൈറ്റിൽ വരുന്നതായിരിക്കും. അപ്പോൾ ഇത് പ്രകാരം നമ്മൾ എന്ത് ചെയ്യും, ആപ്ലിക്കേഷൻ കൊടുക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു, ഓൾ ഇന്ത്യ കോട്ട വഴി ടോട്ടൽ 4 റൗണ്ട് അലോട്ട്മെൻറ്റുകൾ നടക്കുന്നുണ്ട്. അതുമാത്രമല്ല നമ്മുടെ എല്ലാ സ്റ്റേറ്റിലെയും 15% സീറ്റുകൾ ഓൾ ഇന്ത്യ കോട്ട വഴിയാണ് ഫില്ല് ചെയ്യുന്നത്. നമ്മുടെ കേരളത്തിലെയും 15% സീറ്റുകൾ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഓൾ ഇന്ത്യ കോട്ട വഴി എന്ത് ചെയ്യാൻ പറ്റും, കേരളത്തിലേക്ക് അഡ്മിഷൻ എടുക്കാൻ പറ്റും. പിന്നെ ചിലർക്കുള്ള ഡൗട്ടാണ്, കേരള അലോട്ട്മെൻറ്റ് വഴി കേരളത്തിലെ സാധ്യതകൾ അറിഞ്ഞതിന് ശേഷം ഓൾ ഇന്ത്യ കോട്ട അലോട്ട്മെൻറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളത്. പറ്റും, കാരണം ഇപ്പോൾ നമുക്ക് ടോട്ടൽ 4 റൗണ്ട് ഉണ്ട് ഓൾ ഇന്ത്യയിൽ. ഇപ്പം 1ാമത്തെ 2ാമത്തെ റൗണ്ടിൽ നമുക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ ഒരു പ്രശ്നമില്ല. നമുക്ക് എന്താ പുതുതായിട്ട് നമുക്ക് 3ാമത്തെ റൗണ്ടിൽ ഓപ്ഷൻ എന്ത് ചെയ്യാം വെച്ച് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഓൾ ഇന്ത്യ കോട്ട അലോട്ട്മെൻറ്റിൻ്റെ പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത് ഓരോ റൗണ്ടും 4 റൗണ്ടും എന്താണ് നമ്മൾ പുതുതായിട്ട് എന്ത് ചെയ്യും, ആപ്ലിക്കേഷൻ കൊടുക്കണം. രജിസ്ട്രേഷൻ ഫീ ഒരു പ്രാവശ്യം അടച്ചാൽ മതി. പക്ഷേ നമ്മൾ ഓരോ റൗണ്ടിലും എന്ത് ചെയ്യും, ഓപ്ഷൻസ് വെക്കേണ്ടതുണ്ട്. അതുകൊണ്ടിട്ട് തന്നെ നമുക്ക് ഏതൊരു റൗണ്ടിലും എന്തായാലും പുതുതായിട്ട് എന്ത് ചെയ്യും, ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ആപ്ലിക്കേഷൻ കൊടുക്കുന്നു. അതിനുശേഷമുള്ള 5 ദിവസത്തിലാണ് ചോയ്സ് ഫില്ലിംഗ് വരുന്നത്. അപ്പോൾ നമ്മളുടെ പ്രയോറിറ്റിക്ക് അനുസരിച്ചിട്ടുള്ള കോളേജുകൾ എന്ത് ചെയ്യും, നമ്മൾ ചൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, ആഡ് ചെയ്യുന്നു. ഓൾ ഇന്ത്യ അലോട്ട്മെൻറ്റിൽ 350ഓളം മെഡിക്കൽ കോളേജുകൾ പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ കോളേജസ് എല്ലാം ആൽഫബറ്റിക് ഓർഡറിലായിരിക്കും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, സൈറ്റിൽ കാണാൻ പറ്റുന്നത്. അല്ലാതെ ഒരു ടോപ്പ് മെഡിക്കൽ കോളേജ് ഫസ്റ്റ് അങ്ങനെയൊന്നും ആയിരിക്കത്തില്ല. ആൽഫബറ്റിക് ഓർഡറിലായിരിക്കും എല്ലാ സ്റ്റേറ്റിലെയും മെഡിക്കൽ കോളേജുകൾ കാണാൻ പറ്റുന്നത്. അപ്പോൾ നമുക്ക് എന്താ ഒരു പ്രയോറിറ്റി ലിസ്റ്റ് നമുക്ക് തന്നെ സ്വന്തമായിട്ട് ഉണ്ടായിരിക്കണം. ഏതൊക്കെ കോളേജുകൾ നമ്മൾ മുന്നിൽ വെക്കണം എന്നൊക്കെ ഉള്ളത് നമ്മുടെ ഇഷ്ടത്തിന്, നമ്മുടെ എന്താണ് പ്രയോറിറ്റിക്ക് അനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആഡ് ചെയ്യാൻ പറ്റും. നിങ്ങൾ ഇപ്പോഴും എന്ത് ചെയ്യുക, ആ ഒരു ലിസ്റ്റൊക്കെ തയ്യാറാക്കി വെക്കുക. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഓൾ ഇന്ത്യ തലത്തിലെയും സ്റ്റേറ്റ് തലത്തിലേക്ക് കോളേജ് പ്രയോറിറ്റി ലിസ്റ്റിനെ കുറിച്ചിട്ടൊക്കെ ഞാനൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഓപ്ഷനൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കും. അതിനുശേഷം നമ്മുടെ അലോട്ട്മെൻറ്റ് റിസൾട്ട് വരും. ഇപ്പോൾ നമ്മളൊരു 100 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൽ ഏതെങ്കിലും ഒരു കോഴ്സിന് ഒരു കോളേജിൽ എന്ത് ചെയ്യും, നമുക്ക് നമ്മൾ അലോട്ടാവും. അലോട്ട്മെൻറ്റ് റിസൾട്ട് വന്നാലുടൻ നമ്മൾ എന്ത് ചെയ്യുക, അലോട്ട്മെൻറ്റ് മെമ്മോ പ്രിൻ്റ് ഔട്ട് എടുക്കണം. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡോക്യുമെൻ്റാണ് നമ്മൾ അഡ്മിഷന് കൊണ്ടുപോകേണ്ട. അപ്പോൾ 7 ദിവസത്തിനുള്ളിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യാൻ പോയി അഡ്മിഷനും എടുക്കണം. അഡ്മിഷൻ സമയത്ത് നമ്മൾ കൊണ്ടുപോകേണ്ട ഡോക്യുമെൻറ്റ്സിനെ കുറിച്ചിട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. നേറ്റിവിറ്റി പോലുള്ള സർട്ടിഫിക്കറ്റ് കുറച്ച് ടൈം എടുക്കും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഇപ്പോഴേ അതിനൊക്കെ എന്ത് ചെയ്യുക, ആപ്ലിക്കേഷനൊക്കെ കൊടുത്ത് വെക്കുക. പിന്നെ നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മാർക്ക് കുറവാണ്, അതുകൊണ്ട് ടോപ്പ് കോളേജൊന്നും കിട്ടാൻ സാധ്യതയില്ലെന്ന് കരുതിയിട്ട് ടോപ്പ് കോളേജസ് ഒന്നും ഒഴിവാക്കരുത്. നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുക്കുന്ന സമയത്ത് എല്ലാ കോളേജസും, ടോപ്പായിട്ടുള്ള എല്ലാ കോളേജസും ഉൾപ്പെടുത്തുക. പിന്നെ കിട്ടുന്ന ഏതാണോ അതെന്ത് ചെയ്യുക, ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ അതുപോലെ ആവശ്യമില്ലാത്ത കോളേജ് എന്ത് ചെയ്യേണ്ട, ഉൾപ്പെടുത്തേണ്ട. നിങ്ങൾക്ക് ഇഷ്ടമുള്ളതും നിങ്ങൾക്ക് സാധ്യത ഉള്ളതും പിന്നെ എന്താണ് ടോപ്പായിട്ടുള്ള എല്ലാ മെഡിക്കൽ കോളേജസും ഉൾപ്പെടുത്തി വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ, ഒരു അലോട്ട്മെൻറ്റ് ആപ്ലിക്കേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഓൾ ഇന്ത്യ കോട്ട ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്കൊരു കോളേജ് അലോട്ടായി, പക്ഷേ നിങ്ങൾക്ക് ആ കോളേജ് ഇഷ്ടപ്പെട്ടില്ല, അല്ലെങ്കിൽ അഡ്മിഷൻ എടുക്കാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ എക്സിറ്റ് എന്ത് ചെയ്യാൻ കൊടുക്കാൻ പറ്റും. വേറൊരു പ്രശ്നമില്ല, നിങ്ങൾ രജിസ്ട്രേഷൻ ഫീസ് പോകത്തൊന്നുമില്ല. മാത്രമല്ല ഇപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ഒരു കോളേജ് അഡ്മിഷൻ കിട്ടി, നിങ്ങൾ അവിടെ പോയി അഡ്മിഷൻ എടുത്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് നിങ്ങൾ കേരളത്തിൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ പങ്കെടുത്തപ്പോൾ കേരളത്തിൽ നിങ്ങൾക്ക് ഒരു മെഡിക്കൽ കോളേജ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആദ്യം നിങ്ങൾ ഓൾ ഇന്ത്യ കോട്ട വഴി അഡ്മിഷൻ എടുത്ത കോളേജിൽ നിന്ന് TC വാങ്ങിച്ചിട്ട് നിങ്ങൾക്ക് കേരളത്തിൽ വന്ന് ജോയിൻ ചെയ്യാനും പറ്റും. അതിലും ഒരു പ്രശ്നവും ഇല്ല. ഞാൻ പറഞ്ഞിരുന്നത് ഓൾ ഇന്ത്യ കോട്ട ഫസ്റ്റ് റൗണ്ടിൻ്റെ കാര്യമാണ്. നിങ്ങൾക്കൊരു അഡ്മിഷൻ കിട്ടിയിട്ട് നിങ്ങൾ പോയില്ലെന്ന് പറഞ്ഞൊരു പ്രശ്നവും ഇല്ല. അഥവാ കിട്ടി നിങ്ങൾ ജോയിൻ ചെയ്തെങ്കിൽ പോലും നിങ്ങൾക്ക് കേരളയുടെ ഫസ്റ്റ് റൗണ്ട് വരുമ്പോഴത്തേക്കും കേരളത്തിൽ കിട്ടുവാണെങ്കിൽ തിരിച്ച് അവിടെ നിന്ന് ഇങ്ങോട്ട് വരാനും എന്ത് ചെയ്യും പറ്റും. പിന്നെ നമ്മുടെ ഫസ്റ്റ് റൗണ്ടിൽ തന്നെ ഇപ്പം എല്ലാവർക്കും അഡ്മിഷൻ കിട്ടണമെന്നില്ല. ഏകദേശം ഒരു 18,000 20,000 ആ ഒരു റേഞ്ച് വരെ ആയിരിക്കും ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ഓൾ ഇന്ത്യ കോട്ട വഴി MBBSനൊക്കെ അഡ്മിഷൻ കിട്ടുന്നത്. അപ്പോൾ നമ്മൾ അടുത്ത സെക്കൻഡ് റൗണ്ടിൽ നമ്മൾ എന്ത് ചെയ്യണം, പുതുതായിട്ട് നമ്മൾ വീണ്ടും എന്ത് ചെയ്യണം, അപ്ലൈ ചെയ്യേണ്ടതുണ്ട്. ഓപ്ഷൻസ് എല്ലാം നമ്മൾ പുതുതായിട്ടാണ് കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ കോളേജ് പ്രയോറിറ്റി ലിസ്റ്റും എല്ലാം നമ്മൾ എന്ത് ചെയ്യണം, പുതുതായിട്ട് വെക്കണം. നമ്മൾ ആദ്യം കൊടുത്ത ആപ്ലിക്കേഷൻ അവിടെ എന്ത് ചെയ്താൽ നിലനിൽക്കത്തില്ല. ഓരോ റൗണ്ടിലും ഓൾ ഇന്ത്യ കോട്ടയിലെ ഓരോ റൗണ്ടിലും നമ്മൾ എന്ത് ചെയ്യണം, പുതുതായിട്ട് ഓപ്ഷൻ കൊടുത്ത് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ. ഓൾ ഇന്ത്യ കോട്ടയിലെ ഫസ്റ്റ് റൗണ്ടിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. ഓൾ ഇന്ത്യ കോട്ടയിലെ സെക്കൻഡ് റൗണ്ട് മുതൽ നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു കോളേജ് നമ്മൾ അലോട്ടായി നമ്മൾ അവിടെ പോയി ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ തിരിച്ച് കേരളത്തിലേക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, വരാൻ പറ്റത്തില്ല. ഓൾ ഇന്ത്യ കോട്ടയിലെ സെക്കൻഡ് റൗണ്ടിൽ അഡ്മിഷൻ എടുത്ത എല്ലാ കുട്ടികളുടെ ഡീറ്റെയിൽസും നമ്മുടെ NMC എന്ത് ചെയ്യും, നമ്മുടെ കേരള മെഡിക്കൽ കമ്മീഷണർക്ക് അയച്ചു കൊടുക്കും. അപ്പോൾ അവരെന്ത് ചെയ്യത്തില്ല, കേരളത്തിൻ്റെ അടുത്ത അലോട്ട്മെൻറ്റ് പ്രോസസ്സുകളിൽ എന്ത് ചെയ്യത്തില്ല, പരിഗണിക്കത്തില്ല. അപ്പോൾ നിങ്ങൾ സെക്കൻഡ് റൗണ്ടിൽ ഓപ്ഷൻ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, നമ്മൾ ഏതെങ്കിലും കോളേജിൽ കിട്ടി അവിടെ പോയി ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, കേരളത്തിലേക്ക് വരാൻ പറ്റത്തില്ല. അതേസമയം സെക്കൻഡ് അലോട്ട്മെൻറ്റ് നിങ്ങൾക്ക് ഒരു
കോളേജ് അലോട്ടായി, പക്ഷേ നിങ്ങൾ അവിടെ പോയി ജോയിൻ ചെയ്തിട്ടില്ല, നിങ്ങൾക്ക് താല്പര്യം നിങ്ങൾ പോയി ജോയിൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അടച്ച രജിസ്ട്രേഷൻ ഫീസ്, ഇപ്പോൾ ഡീംഡ് മെഡിക്കൽ കോളേജിലാണെങ്കിൽ 2 ലക്ഷത്തോളം രൂപ നിങ്ങൾ അടച്ച പൈസ എന്ത് ചെയ്യും, നിങ്ങൾക്ക് നഷ്ടപ്പെടും, നിങ്ങൾക്ക് ആ പൈസ തിരിച്ച് കിട്ടത്തില്ല. ഇപ്പോൾ ഞാൻ പറഞ്ഞു ജനറൽ കാറ്റഗറിക്കാണെങ്കിൽ 10,000-ഓളം രൂപയും അതർ കാറ്റഗറീസിനാണെങ്കിൽ 5,500 രൂപയൊക്കെ നമ്മൾ രജിസ്ട്രേഷൻ ഫീ കൊടുത്തിട്ടാണ് ഈ ഒരു ആപ്ലിക്കേഷൻ അയക്കുന്നത്. അപ്പോൾ നിങ്ങൾ സെക്കൻഡ് അലോട്ട്മെൻറ്റിൻ്റെ കാര്യമാണ്. ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ നമുക്ക് ഫ്രീ എക്സിറ്റ് അടിക്കാൻ പറ്റും, പക്ഷേ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ കിട്ടിയിട്ട് നിങ്ങൾ ജോയിൻ ചെയ്യാൻ പോയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ രജിസ്ട്രേഷൻ ഫീസ് നഷ്ടപ്പെടും. പിന്നെ നിങ്ങൾക്ക് തേർഡ് അലോട്ട്മെൻറ്റിൽ വീണ്ടും നിങ്ങൾ എന്ത് ചെയ്യുക, രജിസ്ട്രേഷൻ ഫീ ഒന്നും കൂടി അടച്ചിട്ട് വേണം നിങ്ങൾ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കിയിരിക്കണം. പലർക്കും അബദ്ധങ്ങൾ പറ്റാറുണ്ട്. ഈ ഒരു കാര്യം മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, അലോട്ട്മെൻറ്റ് പ്രോസസ്സുകളിൽ പങ്കെടുക്കുക. കേരളത്തിലും ടോട്ടൽ 4 റൗണ്ട് അലോട്ട്മെൻറ്റുകളാണ് നടക്കുന്നത്. കേരളത്തിലെ അലോട്ട്മെൻറ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ നമുക്കിപ്പോൾ ഒരു കോളേജ് കിട്ടി, പക്ഷേ നമ്മളവിടെ പോയി ജോയിൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നീടുള്ള കേരളത്തിൽ ഒരു റൗണ്ടുകളിൽ നമ്മൾ എന്ത് ചെയ്യില്ല, പരിഗണിക്കത്തില്ല. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കോളേജ് കിട്ടിയിട്ടുണ്ടെങ്കിൽ മസ്റ്റായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, അവിടെ നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളും കൊണ്ടുപോയി ജോയിൻ ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് സെക്കൻഡ് റൗണ്ടിൽ അതിനെക്കാട്ടി ബെറ്റർ ആയിട്ടുള്ളൊരു കോളേജ് കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് TC വാങ്ങിച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു കോളേജിലേക്ക് മാറി ജോയിൻ ചെയ്യാൻ പറ്റും. പക്ഷേ നിങ്ങൾ ഫസ്റ്റ് റൗണ്ടിൽ കോളേജിൽ പോയി അഡ്മിഷൻ എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നീട് കേരളത്തിൽ ഒരു അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ നിങ്ങൾ എന്ത് ചെയ്യത്തില്ല, പരിഗണിക്കത്തില്ല. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. ഫസ്റ്റ് റൗണ്ടിൽ കിട്ടിയ കോളേജ് ഇഷ്ടപ്പെട്ടില്ല എന്ന് കരുതിയിട്ട് അഡ്മിഷൻ എടുക്കാതിരിക്കരുത്. മസ്റ്റായിട്ടും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പോലും നിങ്ങൾ എന്ത് ചെയ്യുക, പോയി അഡ്മിഷൻ എടുക്കുക. അതിനുശേഷം സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ പിന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഓപ്ഷൻ അറേഞ്ച് ചെയ്യാനൊക്കെ ഉള്ള അവസരങ്ങൾ വരും. നമ്മൾ കൊടുത്തിരിക്കുന്ന സെയിം ഓപ്ഷൻ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ചേഞ്ച് ചെയ്യാൻ പറ്റും. അതിനനുസരിച്ച് സെക്കൻഡ് റൗണ്ട് നമുക്ക് ഏതെങ്കിലും ബെറ്റർ കോളേജ് കിട്ടുകയാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, ആദ്യം അഡ്മിഷൻ എടുത്ത കോളേജിൽ നിന്ന് TC വാങ്ങിച്ചിട്ട് നമുക്ക് പുതുതായിട്ട് കിട്ടിയ കോളേജിൽ പോയി ജോയിൻ ചെയ്യാൻ പറ്റും. അതേസമയം ഓൾ ഇന്ത്യ കോട്ടയുടെ കാര്യം ഞാൻ പറഞ്ഞു. ഫസ്റ്റ് റൗണ്ടിൽ നിങ്ങൾ ഇപ്പോൾ കിട്ടിയിട്ട് പോയില്ലെന്ന് പറഞ്ഞൊരു പ്രശ്നവും ഇല്ല, അല്ലെങ്കിൽ കിട്ടിയിട്ട് ജോയിൻ ചെയ്താലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, തിരിച്ച് കേരളത്തിലേക്ക് വരാൻ പറ്റും. പക്ഷേ സെക്കൻഡ് റൗണ്ട് തൊട്ടിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഓപ്ഷൻസ് ലോക്ക് ആവുന്നത്. ആ ഒരു കാര്യമൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, അറിഞ്ഞിരിക്കുക. പിന്നെ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞു, ഓൾ ഇന്ത്യ കോട്ട വഴി ഇപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്കൊരു കോളേജ് അലോട്ടായി, നിങ്ങൾ എന്ത് ചെയ്തില്ല, അവിടെ പോയി അഡ്മിഷൻ എടുത്തില്ല. നിങ്ങൾക്ക് കേരളത്തിൽ അലോട്ട്മെൻറ്റിൽ ചിലപ്പോൾ നല്ലൊരു കോളേജ് കിട്ടിയാലോ എന്നുള്ള പ്രതീക്ഷയിൽ നിങ്ങൾ എന്ത് ചെയ്തില്ല, പോയി എടുത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മളെക്കാട്ട് റാങ്ക് കുറഞ്ഞ വേറൊരു കുട്ടി എന്ത് ചെയ്യും, ആ ഒരു സീറ്റ് നേടിയെടുക്കും. പിന്നീട് കേരളത്തിലും കിട്ടിയില്ല, എനിക്ക് ആ ഒരു സീറ്റ് വേണമെന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. നമ്മളെക്കാട്ട് റാങ്ക് കുറഞ്ഞവർ എന്ത് ചെയ്യുക, ആ സീറ്റ് കൊണ്ടുപോകും. അതുകൊണ്ടിട്ട് ഫസ്റ്റ് റൗണ്ടിൽ ഏത് കോളേജ് കിട്ടിയാലും എന്ത് ചെയ്യുക, പോയി ജോയിൻ ചെയ്യാൻ പറ്റുമെങ്കിൽ പോയി ജോയിൻ ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് ഓൾ ഇന്ത്യ കോട്ട ഫസ്റ്റ് അലോട്ട്മെൻറ്റിലും കിട്ടിയില്ല, കേരളത്തിലെ ഫസ്റ്റിൽ കിട്ടിയില്ല, ഓൾ ഇന്ത്യ കോട്ട സെക്കൻഡ് റൗണ്ടിലും കിട്ടിയില്ല, കേരളത്തിലും സെക്കൻഡ് റൗണ്ടിൽ കിട്ടിയില്ല, പക്ഷേ ഓൾ ഇന്ത്യ കോട്ട തേർഡ് റൗണ്ടിൽ കിട്ടി. ഓൾ ഇന്ത്യ കോട്ട തേർഡ് അലോട്ട്മെൻറ്റ് വഴി ഒരു കോളേജ് അലോട്ടായി നമ്മൾ അവിടെ പോയി ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവിടെ നിന്ന് തിരിച്ച് സ്റ്റേറ്റിലേക്ക് വരാനും സാധിക്കത്തില്ല, നമ്മൾ സ്ട്രേ വേക്കൻസിലൊന്നും പരിഗണിക്കത്തുമില്ല. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കുക. അതായത് ആദ്യത്തെ 3 റൗണ്ടിൽ ഒരു കോളേജിലും ഒരു കോഴ്സിന് അഡ്മിഷൻ ലഭിക്കാത്തവരെ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, ഈ ഒരു സ്ട്രേ വേക്കൻസി, അതായത് 4ാം റൗണ്ട് അലോട്ട്മെൻറ്റുകൾ എന്ത് ചെയ്യത്തുള്ളൂ, പരിഗണിക്കത്തുള്ളൂ. ഇനി ഒരു സ്ട്രേ വേക്കൻസി എന്ന് പറയുന്നത് 4ാമത്തെ റൗണ്ടാണ്. മുൻപ് നമ്മൾ സ്പോട്ട് അലോട്ട്മെൻറ്റ് എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ ഇതിൽ എങ്ങനെയെന്ന് വെച്ചാൽ ഏതെങ്കിലും കുട്ടികൾ അഡ്മിഷൻ കിട്ടി പക്ഷേ പോയി ജോയിൻ ചെയ്തില്ല, അങ്ങനെയൊക്കെ വരുന്ന വേക്കൻ്റ് ആയിട്ടുള്ള സീറ്റുകളായിരിക്കും ഈ ഒരു സ്ട്രേ വേക്കൻസിയിൽ ഫില്ല് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു 3 ഘട്ടത്തിന് ശേഷം ഏതെങ്കിലുമൊക്കെ കോളേജസിൽ വേക്കൻറ്റ് സീറ്റുകൾ ഉണ്ടെങ്കിൽ ഈ ഒരു സ്പോട്ട് അലോട്ട്മെൻറ്റ് വഴി ഫില്ല് ചെയ്യും. അതിൽ ഒരുപാട് സീറ്റുകളൊന്നും കാണണമെന്നില്ല, എന്താണ് ഒരു 60 മുതൽ 100 വരെയൊക്കെ ഉള്ള സീറ്റുകളിലായിരിക്കും ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്ട്രേ വേക്കൻസി വഴി നമുക്ക് അത്തരം വേക്കൻറ്റ് സീറ്റുകളിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അഡ്മിഷൻ നേടിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ പ്രധാനമായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. ഇതെല്ലാം അറിഞ്ഞു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ധൈര്യമായിട്ട് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ പങ്കെടുക്കാൻ പറ്റും. നീറ്റ് ക്വാളിഫൈഡ് ആയിട്ടുള്ള എല്ലാവർക്കും തന്നെ സ്റ്റേറ്റ് തലത്തിലും ഓൾ ഇന്ത്യ തലത്തിലും അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ പങ്കെടുക്കാൻ പറ്റും. പിന്നെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് രജിസ്ട്രേഷൻ ഫീസ് നമ്മുടെ സ്വന്തം അക്കൗണ്ടിൽ നിന്ന് തന്നെ അടയ്ക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ ഓൾ ഇന്ത്യ തലത്തിൽ 1ാമത്തെ 2ാമത്തെ റൗണ്ടിൽ പങ്കെടുക്കാൻ താല്പര്യം ഇല്ലെങ്കിലും നമുക്ക് 3ാമത്തെ റൗണ്ടിൽ എന്ത് ചെയ്യാം, പുതുതായിട്ട് ആപ്ലിക്കേഷൻ കൊടുത്ത് പങ്കെടുക്കാൻ പറ്റും, ഒരു പ്രശ്നവും. പിന്നെ ശ്രദ്ധിക്കേണ്ട മെയിനായിട്ടുള്ളൊരു കാര്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. കേരള ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വഴി നമുക്ക് ഒരു കോളേജ് അലോട്ട് ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ മസ്റ്റായിട്ട് അവിടെ പോയി എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യുക. നമുക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് കരുതി ജോയിൻ ചെയ്യാതിരിക്കരുത്. അങ്ങനെ ജോയിൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നീട് നമ്മൾ ഒരു റൗണ്ടിലും കേരളത്തിലെ അലോട്ട്മെൻറ്റിൻ്റെ ഒരു റൗണ്ടിൽ നമ്മൾ എന്ത് ചെയ്യത്തില്ല, പരിഗണിക്കത്തില്ല. അതുപോലെ തന്നെ 2ാം ഘട്ടം മുതൽ നമ്മളൊരു കോളേജിൽ പോയി ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മളവിടെ ലോക്കാവും. പിന്നെ നമുക്ക് കേരളത്തിലേക്ക് തിരിച്ച് അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ പങ്കെടുക്കാൻ നമ്മൾ എന്ത് ചെയ്യത്തില്ല, പരിഗണിക്കത്തില്ല. അതും നിങ്ങൾ എന്ത് ചെയ്യുക, ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. നിങ്ങൾക്ക് കുറച്ചെങ്കിലും കാര്യങ്ങൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനിയും നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും പല ഡൗട്ട്സും കാര്യങ്ങളും വരും അലോട്ട്മെൻറ്റ് റിലേറ്റഡ്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന മാക്സിമം എന്ത് ചെയ്യുക, റിപ്ലൈ തരാൻ ശ്രമിക്കുന്നതായിരിക്കും. പിന്നെ നമ്മൾ അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ പങ്കെടുക്കുമ്പോൾ ഓൾ ഇന്ത്യ തലത്തിലായാലും സ്റ്റേറ്റ് തലത്തിലായാലും നമ്മൾ വെക്കേണ്ട കോളേജ് പ്രൈവറ്റ് ലിസ്റ്റിനെ കുറിച്ചിട്ടും പിന്നെ നമ്മൾ അഡ്മിഷൻ എടുക്കാൻ പോകുന്ന സമയത്ത് കൊണ്ടുപോകേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡോക്യുമെൻറ്റ്സിനെ കുറിച്ചിട്ടൊക്കെ ഞാൻ ഇനി അടുത്ത വീഡിയോസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ പുതിയ വിശേഷങ്ങളായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ.